ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. ഞങ്ങൾ ഇവിടെ തന്നെയാണ്, പോയിട്ടില്ല. അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് പുറത്തൊന്നും പോയിട്ടില്ല അറിഞ്ഞില്ലേ. അപ്പം ഇന്ന് ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഒന്ന് പുറത്തൊക്കെ പോവാം, ചെറിയൊരു ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് വരാമെന്നും പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുവാരകുണ്ടിന്ന് കാളികാവ്ക്ക് പോണ വഴിയാട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അരിമണൽ പാലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ ഒരു മാളുണ്ട്, അവിടെ കയറിയിട്ടോ. അവിടെ കയറിയെന്ന് പറഞ്ഞാൽ എല്ലാ സാധനമൊന്നും ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് കാര്യമില്ല. അതൊക്കെ പാടെ നമുക്ക് ഏറ്റിയും കൊണ്ട് പോകാൻ ഗതികേടാണല്ലോ. കുട്ടികളെയും നോക്കണം, വണ്ടിയിലാകുമ്പോൾ ഗതികേടല്ലേ. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് പറ്റുന്ന സാധനമൊക്കെ ഇച്ചിരിയൊക്കെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് കയറിയതാണ്. കയറി നോക്കുമ്പോൾ ഒക്കെ സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളാണ് കൂടുതലും. കണ്ടപ്പോൾ എല്ലാം വാങ്ങാനൊക്കെ തോന്നിയിട്ടോ. പക്ഷേ എല്ലൊന്നും വാങ്ങിയിട്ടില്ല, കൊണ്ടുപോകാൻ ഗതികേടായതുകൊണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നോട്ട് ബുക്ക്, പേന, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ, പിന്നെ അവൾക്ക് ബോക്സ്, സ്കെയിൽ, അങ്ങനെയൊക്കെയല്ലേ അതൊക്കെ ഉള്ളു വാങ്ങിയിട്ടോ. പിന്നെ അവിടെ കയറിയപ്പോൾ കുറേ മുട്ടായികളും അങ്ങനെ കുട്ടികൾക്ക് തിന്നാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നാളെ ഇപ്പോൾ ഇവിടെ 40 ആയതുകൊണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ അല്ലറ ചില്ലറ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിക്കാണ്. അപ്പം നമ്മൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ആവശ്യമില്ല തന്നെയാണ്. പരിപ്പ്, അങ്ങനെ ഇതൊക്കെ പിന്നെ ഫ്രൂട്ട്സിൻ്റെ സംഭവങ്ങൾ എല്ലാം നമുക്ക് ആവശ്യമില്ല തന്നെയാണല്ലോ. അപ്പം നാരങ്ങ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നാരങ്ങയും കൂടി വാങ്ങിയിട്ടോ. അപ്പം നാരങ്ങ ഒന്നും തേച്ചാൽ തികയില്ലല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വന്നപ്പോൾ വലിയ ആങ്ങളുടെ വീടാട്ടോ. അവിടെ ആങ്ങളുടെ മോള് കല്യാണം കഴിച്ച് പോയ ഓള് വന്നിക്കണ്. അപ്പോൾ ഇന്ന് 4 മണി ചായ നമുക്ക് ഇവിടുന്ന് ആക്കാമെന്ന് പറഞ്ഞേക്കേനു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുക കേട്ടോ. ചായക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞു. സംഗതി എന്താണെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 മണി ഇല്ലാതെ ഒരു 5 മണിയൊക്കെ ആയിട്ടാണ് പിന്നെ പോയപ്പോൾ. കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ റോട്ടിലൊക്കെ നിറച്ച് ചളിയും വെള്ളവും ഒക്കെ ആയതുകൊണ്ടേ പിന്നെ ഇവരെയൊന്നും എടുക്കാനും പറ്റില്ല, അവരെയൊക്കെ എടുക്കാൻ പറ്റില്ല, വേഗം നടക്കണം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡുമ്മന്ന് ഇങ്ങനെ ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്, അങ്ങനെ ഇറങ്ങി പോകുക കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ നല്ല വെള്ളമല്ലേ. അപ്പം ഇങ്ങനെ ഇതിൽ പോയി ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. മഴ തന്നെയായിരുന്നു, നല്ല മഴ തന്നെയായിരുന്നു. അപ്പം അതാണ് വീട്. ഇത് വലിയ ആങ്ങളുടെ വീടാണ്. ഇവിടെ ആങ്ങള, നാത്തൂന്, 2 മക്കൾ. മൂത്ത മകളെ കല്യാണം കഴിഞ്ഞിരിക്കണ്, ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് ഈ നിൽക്കുന്നത്. ഇത് ഒന്നും ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര പിന്നെ വാശിക്കാരനാണ് കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിലെത്തി. ഇത് ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്നൊരു ഹാളിക്കാട്ടോ. ഈ ഹാളിലുണ്ടൊരു കബോർഡ്, അതിലില്ല പിന്നെ ട്രോഫികളും സംഭവങ്ങളും ഒക്കെയാണിത്. രണ്ടാളും അത്യാവശ്യമൊക്കെ പഠിച്ചും പിന്നെ ഇവിടെയൊക്കെ മദ്രസയിൽ നിന്നൊക്കെ നമുക്ക് ഫസ്റ്റും സെക്കൻഡും കിട്ടിയ ഇഷ്ടം പോലെ കുട്ടികൾക്ക് മൊമെൻറ്റോകളും അതും ഇതൊക്കെ കിട്ടും. ഇതാണ് ചെറിയ മോള് കേട്ടോ. അങ്ങനെ കിട്ടിയതാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ വന്ന് കയറിയേക്കും ഞങ്ങൾ നല്ല ഐശ്വര്യലോലായതുകൊണ്ടേ കരണ്ടാണ് പോയി. ഇപ്പോൾ കണ്ട ഞങ്ങൾ ഇരുട്ടായില്ലേ. പിന്നെ വെളിച്ചത്തിന് ഒരു രക്ഷയില്ല. അവിടെയാണെങ്കിൽ ഇൻവേർട്ടറും ഇല്ല. അങ്ങനെ ഒരു എമർജൻസിയോ എന്തൊക്കെ എടുത്തുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇരുട്ടാന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാവരും ക്ഷമിക്കുക. കറണ്ട് പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു റൂമാണ്. ഇത് ഹാളിൽ നിന്ന് വലിയൊരു ചെറിയ റൂമാണ്. ഏതിലൊക്കെ വില ബുക്കുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ ഈ വീണ്ടും നമ്മൾ ഈ ഹാളിൽ തന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ അങ്ങേ ഭാഗത്ത് ഒരു റൂമുണ്ട്. അങ്ങനെ 3 റൂമാട്ടോ. ഇത് 2ാമത്തെ റൂമാണ്. അപ്പോൾ ഈ റൂമിലും ഒരു കിടക്കയും
കട്ടിലൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് പിന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഈ മോളെ കല്യാണത്തിന് എങ്ങാണ്ട് പെയിൻ്റ് അടിച്ചതാട്ടോ. പിന്നെ ഒന്നും പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല. പിന്നെ ഒന്നും അങ്ങനത്തെ ആവശ്യങ്ങൾ വന്നിട്ടുമില്ല. പിന്നെ ഇവിടെ അങ്ങനെ അഴിക്കാക്കാനൊന്നും ആരും ഉണ്ടായില്ല. ഇപ്പം മക്കളൊക്കെ വലിയതായി ഇങ്ങനെ വരികയല്ലേ. ഇനി ഓലെ എഴുത്തും കുത്തൊക്കെ ഭിത്തി കൂടിയാക്കാമല്ലോ. അപ്പം അങ്ങനെ വീണ്ടും ഈ ഹാളിലേക്ക് തന്നെ ഇറങ്ങി. ഇതാ 3ാമത്തെ റൂം കേട്ടോ. ഇങ്ങനെ 3 റൂമാണ്. ഒരു ഹാളും ഒരു സിറ്റ് ഔട്ടും ഒരു ഇടനായിക പിന്നെ നേരെ അടുക്കള. അങ്ങനെയാണ് കേട്ടോ. ഇവൾക്കിപ്പോൾ അത് മതിയല്ലോ. 2 മക്കളും ബാപ്പിയും ഉമ്മയും ആകുമ്പോൾ അത് 3ാമത്തെ റൂമാട്ടോ. അടുക്കളനെ ചാരിയാണ് ഈ റൂം. അപ്പം അങ്ങനെ അപ്പോൾ ഈ തീറ്റയും കൂടി കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ വീണ്ടും ഈ ഇടനാഴിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ശരിക്ക് കാണാത്ത പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാട്ടോ. അപ്പം അങ്ങനെ അടുക്കള പിന്നെ കാണിച്ചിട്ടില്ല ഞാൻ. അവിടെ വലിയ അലങ്കോലമായി കിടക്കുകയാണ്. അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങളെ ചായയും ഒക്കെ കുടിച്ചത് എല്ലാവർക്കും ഈ മേശമ്മക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ച് എല്ലാവരും ഒരുമിച്ച് ഇരുന്നുങ്ങാണ്ട് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമല്ലേ, ഒരു സന്തോഷമാണല്ലോ. അപ്പം മക്കളും